الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധമുഖത്തു നിന്നുള്ള ഒരു സംഭവ കഥയാണ് യുദ്ധത്തിന്റെ കെടുതികൾക്കിടയിൽ മരിച്ചു വീണ തന്റെ അനുജന്റെ മൃതശരീരം മണ്ണിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് വാരിയെടുത്ത് അത് ചുമലിലേന്തി നടന്നുപോകുന്ന കൗമാരക്കാരനായ ഒരു കുട്ടിയുടെ കഥ. അവൻ വളരെ പ്രയാസപ്പെട്ടു
അവന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭാരമെന്ന് പ്രകടമായിട്ട് തന്നെ തോന്നുന്ന വിധത്തിലുള്ള ഭാരം ചുമന്ന് നടന്നു പോകുന്നതിനിടയിൽ യുദ്ധത്തിലേർപ്പെട്ട സൈനികരിലൊരാൾ, പട്ടാളക്കാരിലൊരാൾ അവനോട്, നീ ആ ഭാരം ചുമന്ന് വെറുതെ പ്രയാസപ്പെടേണ്ടതില്ല, അവനെ വിട്ടേക്കുക എന്ന് പറഞ്ഞുവെന്നാണ്. പട്ടാളക്കാരന്റെ ആ ഉപദേശത്തിന് ആ കൗമാരക്കാരനായ പയ്യൻ നൽകിയ മറുപടി, ഹി ഈസ് നോട്ട് ഹെവി, ഹി ഈസ് മൈ ബ്രദർ. അവൻ എനിക്ക് ഭാരമുള്ള എന്തോ അല്ല, അവനെന്റെ സഹോദരനാണ് എന്നതാണ്. യുദ്ധമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ കൗമാരക്കാരന്റെ ആ വാക്കുകൾ, ആ ഡയലോഗ്, അവനവന്റെ അനുജനെ ചുമന്നു നിൽക്കുന്ന ചിത്രം പിന്നീട് ലോകത്ത് സാഹോദര്യ ബന്ധത്തിന്റെയും സാമൂഹികമായ പരസ്പര സംരക്ഷണ ബാധ്യതയുടെയുമൊക്കെ വിസ്മരിക്കാനാവാത്ത ആപ്തവാക്യവും ചിത്രവും ആയി മാറുകയാണ് ഉണ്ടായത്. ഹി ഈസ് നോട്ട് ഹെവി, എനിക്കതൊരു ഭാരമല്ല, എന്റെ കൂടപ്പിറപ്പ്, എന്റെ സ്നേഹിതൻ, എന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ, എന്റെ സഹോദരൻ, അതൊരിക്കലും എനിക്കൊരു ഭാരമല്ല, അവനവൻ എന്റെ സഹോദരനാണ്, അവനെന്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയാൻ കഴിയുന്ന മാനവികമായ സാഹോദര്യത്തിന്റെയും സംരക്ഷണ ചുമതലയുടെയും ബന്ധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കുള്ളത്. അഥവാ വീണുപോകുന്ന തന്റെ സഹോദരനെ, തന്റെ സ്നേഹിതനെ എണീപ്പിക്കുന്ന, അവന് വിശന്നാൽ അവൻ അന്നം കൊടുക്കുന്ന, അവന് രോഗിയായാൽ അവനെ ശുശ്രൂഷിക്കുന്ന, അവനെ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും അവനെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളും ചുമലുകളുമായി മാറാൻ കഴിയുന്ന വിധത്തിൽ അകമേ ബോണ്ടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത്. ഇറാഖി ജേർണലിസ്റ്റ് ഡോക്ടർ മഹ്ദി ജാസിമിനെ കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഉദ്ധരിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ട ഇറാഖിലെ ഒരു സംഭവ കഥ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഇറാഖി ടെലിവിഷൻ ചാനൽ അതിന്റെ പരിപാടികളെല്ലാം നിർത്തിവെച്ചു. അത് നിർത്തിവെച്ചത് സുപ്രധാനമായ ഒരാഹ്വാനത്തിനും ഒരഭ്യർത്ഥനക്കും വേണ്ടിയായിരുന്നു. ഇറാഖിലെ അറബ് പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പ് രക്തം ആവശ്യമാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ രക്തദാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അഭ്യർത്ഥനയാണ് അർദ്ധരാത്രി സമയത്ത് മറ്റ് പരിപാടികളെല്ലാം നിർത്തിവെച്ച് ഇറാഖി ടെലിവിഷൻ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. 19 വയസ്സുകാരനായ ഒരു ഇറാഖി ചെറുപ്പക്കാരൻ അത് കണ്ട്, അത് കേട്ട് എണീറ്റ് വസ്ത്രം മാറി റോഡിലേക്ക് ഇറങ്ങി.
കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും ഒടുവിൽ അവനൊരു ടാക്സി വാഹനം കിട്ടി. അവനതിൽ കയറി. എങ്ങോട്ടാണെന്ന ടാക്സി ഡ്രൈവറുടെ ചോദ്യത്തിന് അവൻ അറബ് ഹോസ്പിറ്റലിലേക്ക് എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ കൗമാരക്കാരനായ 19 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ കൗമാരക്കാരനായ ഒരാൾ പാതിരാത്രിയും കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നത് ആ ടാക്സി ഡ്രൈവറിൽ ആകാംക്ഷയുണർത്തി. അയാൾ അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി പറഞ്ഞു. അയാൾ അവനോട്, എങ്കിൽ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുക മാത്രമല്ല, ഞാൻ കാത്തു നിൽക്കാം, നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞ് ഞാൻ നിന്നെ തിരിച്ചു വീട്ടിലെത്തിച്ചിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ എന്നവനോട് പറയുകയും ചെയ്തു. അവൻ ആശുപത്രിയിലെത്തി വാഹനത്തിൽ നിന്നിറങ്ങി ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ 10ഓളം വരുന്ന അവനെപ്പോലെയുള്ള ചെറുപ്പക്കാരായ ഒരു സംഘം അവിടെ പരസ്പരം സാമാന്യ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംസാരം ശ്രദ്ധിച്ചപ്പോൾ അവന് മനസ്സിലായി അവരൊക്കെയും താൻ വന്ന അതേ ഉദ്ദേശത്തിൽ ആ കുട്ടിക്ക് വേണ്ടി രക്തദാനത്തിന് വേണ്ടി വന്നവരാണ്. പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ അവരെ മടക്കി അയച്ചതിലുള്ള അസ്വസ്ഥതയും രോഷവുമൊക്കെയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 19കാരൻ റിപ്പോർട്ട് അവന്റെ കഥ പറയുന്നത്, പക്ഷേ എനിക്ക് ആ കുട്ടിയെ ഓർത്ത് എന്റെ മനസ്സ് പടച്ചു. ഞാൻ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലേക്ക് നടന്നു ചെന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ വന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന നഴ്സ്, കുട്ടി ഇപ്പോൾ ഓക്കെയാണ്, അവന്റെ ആരോഗ്യം ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവരോട് ചോദിച്ചു, അതെങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞു, ഇറാഖി ടെലിവിഷനിൽ ആ അഭ്യർത്ഥന സംപ്രേഷണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം തൊട്ടുടനെ തന്നെ ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ വണ്ടിയും പിടിച്ച് ഹോസ്പിറ്റലിലെത്തി രക്തദാനം നിർവഹിക്കുകയും ആ കുട്ടിയുടെ സർജറിക്ക് ആവശ്യമായ രക്തം ലഭിക്കുകയും അങ്ങനെ അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തതാണെന്നാണ്. വളരെ സമാധാനത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്നു. ടാക്സിയിൽ കയറി ആ ടാക്സി ഡ്രൈവർ അവനെ അവന്റെ വീട്ടുപടിക്കൽ കൊണ്ടുവന്നു വിട്ടു. ഒടുവിൽ അവൻ ഇറങ്ങുമ്പോൾ ടാക്സി കൂലി കൊടുക്കാൻ ആവത് ശ്രമിച്ചിട്ടും ആ ടാക്സി ഡ്രൈവർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൻ ആവർത്തിച്ച് നിർബന്ധിച്ചപ്പോൾ ആ സാധുവായ ടാക്സി ഡ്രൈവർ അവനോട്, അലസ്തു ഇറാഖിയൻ മിസ്ലക്കും, ഞാനും നിങ്ങളെപ്പോലെ ഒരു ഇറാഖി തന്നെയല്ലേ എന്ന മറുചോദ്യം ഉന്നയിച്ചു എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മനുഷ്യർ തമ്മിൽ ജീവിതത്തിൽ ആർക്കെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, അവകാശ നിഷേധങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ആവേശവും കരുതലും അതിനുള്ള താല്പര്യവുമാണ് അടിസ്ഥാനപരമായി മനുഷ്യരിലുള്ളത്. പക്ഷേ ആ മനുഷ്യരെ പലതിന്റെ പേരിലും ഭിന്നിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും അവർക്കിടയിൽ വിദ്വേഷവും ശത്രുതയും പരത്തുകയും ചെയ്യുന്നത് പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ്. മനുഷ്യർ തമ്മിലുള്ള, ഒരു നാട്ടിലെ ജനങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള എല്ലാം മറന്നുകൊണ്ടുള്ള ചേർത്ത് പിടിക്കലും ബോണ്ടും നമ്മൾ കണ്ടാസ്വദിച്ച ആവേശഭരിതമായ സന്ദർഭമായിരുന്നു ജന്തർ മന്ദറിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പുതുതലമുറ നയിച്ചിട്ടുള്ള ആവേശകരമായ സമരം എന്ന് കാണാൻ കഴിയുന്നതാണ്.
ഞാൻ ഉദ്ധരിച്ച 2 കഥയിലുമുള്ളതുപോലെ സാമൂഹിക മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ, തുടക്കം കുറിക്കുവാൻ, അതിനാവേശപൂർവം കാരണക്കാരാകാനും രംഗത്തിറങ്ങാനും എല്ലാ ചരിത്ര സന്ദർഭങ്ങളിലും മുന്നിലുണ്ടാവുക ഒരു സമൂഹത്തിലെ പുതുതലമുറയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളാണ്. അവരിലുള്ള മാനവികതയും അവരിലുള്ള സാഹോദര്യബോധവും അവരിലുള്ള സഹാനുഭൂതിയുമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അത് കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ പിന്തുണക്കുക, അവരെ ചേർത്തു നിർത്തുക, അവരുടെ കൂടെയൊന്ന് നിന്നുകൊടുക്കുക എന്ന ബാധ്യത മാത്രമാണ് സാമൂഹിക മാറ്റങ്ങൾ, സാമൂഹിക വിപ്ലവങ്ങൾ സംഭവിക്കുന്ന വേളകളിൽ ഒരു സമൂഹത്തിന് മേൽ ഉണ്ടാവുക. വളരെ ആവേശകരമായ രീതിയിൽ മുന്നോട്ടു പോയി ലക്ഷ്യം കണ്ട ഒരു സമരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, പ്രത്യേകിച്ചും ആധുനിക ഇന്ത്യയുടെ ഏറ്റവും ചുരുങ്ങിയത് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ വിജയം കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള മനോഹരമായ ഒരു സമരമാണ് ജന്തർ മന്ദറിൽ അതിനെ നിന്ന് ആവേശം സ്വീകരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. അത് എക്കാലത്തും ആവേശപൂർവം പ്രചോദനമാകാവുന്ന അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുഖത്ത് കാത്തുസൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ഏടാണ്. പക്ഷേ ആ ഒരു ആവേശം, ആ ഒരു ഊർജം താൽക്കാലികമായിട്ട് മാത്രം ഒരു സമൂഹത്തിനുണ്ടായാൽ മതിയാവുകയില്ല. ആ ആവേശത്തെ, ആ പരസ്പരമുള്ള ചേർത്തുനിർത്തലിനെ ആവർത്തിച്ച് വിഘടനത്തിനും വിദ്വേഷ പ്രചാരണത്തിനുമുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്തെ സർക്കാരും ഈ രാജ്യത്തെ സർക്കാരിനെ പിന്തുണക്കുന്ന മീഡിയകളും ആവർത്തിച്ച് നടത്തിയിട്ടുണ്ട്. അതിന് വശം വരാവാതെ, അതിന് വഴങ്ങിക്കൊടുക്കാതെ, ഇത് മുസ്ലിം അമുസ്ലിം തുടങ്ങിയ പേരിൽ വിഘടിപ്പിക്കാവുന്ന ഒരു പോരാട്ടമല്ല, മുസ്ലിം അമുസ്ലിം പ്രശ്നമല്ല ഇത് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാർ ആ ഒരു സമരമുഖത്തെ ഇന്ത്യയുടെ ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലക്ക് മുന്നോട്ട് നയിക്കുകയും അതിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ പാഠമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മനുഷ്യർക്കിടയിൽ ആ ഒരു ബോണ്ടാണ് മത ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി, സമ്പന്ന ദരിദ്ര വ്യത്യാസങ്ങൾക്ക് അതീതമായി മറ്റ് മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിനും ശത്രുതക്കും കാരണമാകാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾക്കൊക്കെ അതീതമായി ചേർന്ന് നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന, പരസ്പരം കൈത്താങ്ങാവുന്ന, പരസ്പരം താങ്ങുന്ന ചുമലാകുന്ന ഒരു ടെൻഡൻസിയും ഒരു പ്രവണതയും ഒരു വികാരവും ഒരാവേശവും ഒക്കെയാണ് സാധാരണഗതിയിൽ തന്നെ മനുഷ്യരിൽ നിലനിൽക്കുക. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ താല്പര്യക്കാരെ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യക്കാരെ തിരിച്ചറിയുന്നിടത്ത് ഒരു സമൂഹം എത്ര അളവിൽ വിജയിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്ന ബോധം നമുക്കുണ്ടാവൽ വളരെ അനിവാര്യമാണ്. ഇപ്പോൾ തന്നെ ആ സമരാനന്തരമുള്ള ഒരു കാഴ്ച എന്താണ് എന്ന് പരിശോധിച്ചാൽ പലതരത്തിലുള്ള സമരത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കാൻ കക്ഷി തിരിഞ്ഞ് സംഘർഷങ്ങളിലും ഡിബേറ്റുകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് സമരത്തെ നയിച്ച കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലർ സന്നദ്ധമായിട്ടുണ്ട് എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. രാജ്യത്തിന്റെ പൂർണ്ണമായ വർഗീയതയിൽ നിന്നും വംശീയതയിൽ നിന്നും ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള അങ്ങനെ ഇവരുടെയൊക്കെ കൂട്ടുമുന്നണിയിലൂടെ രാജ്യം അഭിമുഖീകരിക്കുന്ന നീറുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ആ സമരാവേശം കടാതെ കാത്തുസൂക്ഷിക്കൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അതിന്റെ നിറം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആവേശത്തെ ഇല്ലാതാക്കുന്ന, നമ്മളെ കൂടിച്ചേർന്ന് നിന്ന് സമരം നയിച്ച ചെറുപ്പക്കാർക്കിടയിൽ തന്നെ പാർട്ടികളുടെ പേരിൽ, കക്ഷികളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലൊക്കെ ഭിന്നതകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്, ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തു
നിന്ന് ഒക്കെ ഉറപ്പായും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അത്തരം കാര്യങ്ങളെ കരുതിയിരിക്കുക. നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കിടയിൽ പോലുമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, അതിന്റെ സാമൂഹികാവസ്ഥയുടെ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വ്യത്യസ്ത കള്ളികളിലാണ് നമ്മളുള്ളത് എന്ന ഒരു ഫീലിംഗിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലക്കോ ഒരു സമുദായം എന്നുള്ള നിലക്കോ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ പരസ്പരം ചേർന്ന് നിൽക്കുകയും ചേർത്ത് പിടിക്കേണ്ടതുമായ ഒരു സമൂഹവും സമുദായവുമാണ് എന്നൊക്കെയുള്ള വികാരത്തിനപ്പുറത്ത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ അന്യരാണ്, അവരൊക്കെ ഏതോ അർത്ഥത്തിൽ ഞാനുമായി വലിയ അകലം പാലിക്കുന്നവരാണ്, അല്ലെങ്കിൽ എനിക്ക് ഏതോ തരത്തിൽ എതിർപ്പും വിയോജിപ്പും അതിനപ്പുറം എനിക്ക് വിദ്വേഷവും ശത്രുതയുമുള്ള, എന്നോടും തിരിച്ചങ്ങനെ സമീപനമുള്ള ആളുകളുമാണ് എന്റെ ചുറ്റും ജീവിക്കുന്നത്. എന്റെ സമുദായത്തിൽ അങ്ങനെയുള്ളവരാണ് ജീവിക്കുന്നത്, എന്റെ സമൂഹത്തിൽ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമങ്ങൾ, അതിൽ തന്നെ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളിലുള്ള വികാരങ്ങൾ, നമ്മുടെ തോന്നലുകൾ എന്താണോ ആ തോന്നലുകൾക്കനുസരിച്ച് ആ തോന്നലുകളെ പെരുപ്പിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന, റിയാലിറ്റിയുമായിട്ട്, യാഥാർത്ഥ്യ ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കുത്തി നിറക്കുക എന്ന ഒരു ആൽഗോരിതമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്ത് വർക്ക് ചെയ്യുന്നത് എന്നത് നമുക്ക് ഒരുപക്ഷെ അറിയുന്നതോ അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്തതോ അറിഞ്ഞിട്ടും നമ്മൾ അവഗണിക്കുന്നതോ ആയ യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുടികൊള്ളുന്ന സോഷ്യൽ മീഡിയയുടെ ലോകത്തിനപ്പുറത്ത് മനുഷ്യരുമായുള്ള നല്ല ബോണ്ട് സൃഷ്ടിച്ച് ആവേശകരമായും ആനന്ദകരമായും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. മനുഷ്യരിൽ അടിസ്ഥാനപരമായി ആ സ്നേഹത്തിന്റെയും പരസ്പര ആദരവിന്റെയും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും പരസ്പരമുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് ചേർന്ന് നിൽക്കലിന്റെയും ഒക്കെ വികാരമാണ് യഥാർത്ഥത്തിലുള്ളത്. ഒരാൾക്ക് രോഗം വന്നു എന്ന് കേട്ടാൽ പെടയുന്ന മനസ്സാണ് ഒരു നാട്ടിലെ സകല ജനങ്ങളിലുമുള്ളത്. ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്ന് കേട്ടാൽ വല്ലാതെ അസ്വസ്ഥമാകുന്ന മനസ്സുകളാണ്. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അകം കൊണ്ട് മനം നിറഞ്ഞ് റബ്ബിനോട് തേടുന്ന മനസ്സുമായി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതല്ലാത്ത നമ്മുടെ ധാരണകളൊക്കെ ഇക്കാലത്തെ സോഷ്യൽ മീഡിയ നമ്മളിൽ റയറായതിനെ, അപൂർവമായതിനെ പെരുപ്പിച്ച് കാണിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് എന്ന സ്വബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ പൊതുവായി ചേർന്ന് നിൽക്കുമ്പോൾ പരസ്പരം പരമാവധി അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് വേറിട്ട് പോകാനുള്ള കാരണങ്ങളെ പരമാവധി വിസ്മരിച്ച് ചേർന്ന് നിൽക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ഒക്കെ നിലനിൽപ്പിൽ വളരെ അനിവാര്യമായ കാര്യമാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ കുറിച്ചും അവനൊരിക്കലും എനിക്ക് പാരയാവുകയില്ല, അവനൊരിക്കലും എനിക്ക് ശത്രുവാവുകയില്ല, അവനൊരിക്കലും എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുകയില്ല, അവൻ എന്റെ സഹോദരനാണ്, ഞാൻ അവന് ഭാരമാവുകയില്ല, അവൻ എനിക്കും ഭാരമാവുകയില്ല എന്ന് പരസ്പരം സൽവിചാരം വെച്ച് പുലർത്തി ജീവിക്കാൻ ഒരു നല്ല സമൂഹത്തിന് സാധ്യമാകേണ്ടതുണ്ട് എന്ന പാഠമാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വളരെ ആവേശകരമായി ആ ഒരു ബോണ്ടിൽ നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മെ ചൂഷണം ചെയ്യാനും നമ്മെ ഭിന്നിപ്പിക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ, ആ ഉറച്ചു നിൽപ്പിന് മുമ്പിൽ ഏത് വലിയ ഭരണകൂടത്തെയും ഏത് വലിയ സൈനിക ശേഷിയെയും ഏത് വലിയ സംവിധാനത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ മനുഷ്യരുടെ ജനാധിപത്യപരമായ സമാധാനപൂർണമായ സമരങ്ങൾ കൊണ്ട് തന്നെ സാധിക്കും എന്നതിന്റെ നല്ല ചിത്രങ്ങളാണ് നമുക്ക് മുമ്പിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്ത് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ആ ആവേശത്തെ കെടാതെ സൂക്ഷിക്കാനുള്ള മനോനില രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഈ സമരത്തിൽ രണ്ട് പക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പ്രതിനിധീകരിക്കുന്ന ഈ രാജ്യത്തെ ഭരണകൂടമടക്കമുള്ള ഒരു സംഘശക്തിയും, മറുഭാഗത്ത് അവരല്ലാത്ത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിചേർന്ന ഒരു
പക്ഷെ ചേരിയും ഇത് മാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക്, ഒരു രാജ്യത്തെ നിവാസികൾ എന്നുള്ള നിലക്ക് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കൂട്ടായി ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ മാനവികമായ താല്പര്യത്തെയും മാനവികമായ നമ്മുടെ ബോധത്തെയും ജ്വലിപ്പിച്ചു നിർത്താൻ വിശ്വാസപരമായിട്ട് കൂടി നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു സാമൂഹിക നിർമ്മിതിയുടെ വക്താക്കളായി മാറാൻ, ആ മാർഗത്തിൽ ഇസ്ലാമികമായി നേതൃത്വം നൽകാൻ ഒക്കെയുള്ള അറിവും ശേഷിയും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് ജുമുഅക്ക് മുമ്പ് വളരെ ഞെട്ടിക്കുന്ന ഒരു അപകട വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. മുള്ളിയാകുർശിയിൽ താമസിക്കുന്ന ചെട്ടിയാന്തൊടി അബു എന്നവരുടെ മകൻ നൌഫൽ ബാബു ഇന്ന് രാവിലെ പെരിന്തൽമണ്ണയിൽ വെച്ചുണ്ടായ ഒരപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്നേയുള്ളൂ. മരണവിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ചെറുപ്പക്കാരനായ ഒരാൾ വളരെ ആകസ്മികമായി ഉണ്ടായൊരു അപകടത്തിൽ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിച്ച് അവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ധാക്കയിൽ വെച്ച്, ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് കോഴിപ്പറമ്പൻ ഹംസു എന്നവരുടെ ഭാര്യ മരണപ്പെട്ടിരുന്നു. ജനാസ അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മഹല്ലിലെ ബഹുമാന്യനായ സിദ്ദീഖ് സാഹിബിന്റെ സഹോദരനും ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PPA ഷാക്കിർ സാഹിബിന്റെ പിതാവും ആയ എടയൂരിലെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം അബൂബക്കർ മൗലവി, അബ്ദുള്ളക്കുട്ടി മൗലവി, അദ്ദേഹം മിംസ് ഹോസ്പിറ്റലിൽ കുറച്ച് അപകടാവസ്ഥയിൽ ലിവർ സംബന്ധമായ അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. നമ്മുടെ കാര്യമായ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ശിഫയ്ക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹമടക്കം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമുക്ക് പ്രിയപ്പെട്ടവരിൽ ഒക്കെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും രോഗങ്ങൾ അവന്റെ മഹത്തായ ഫളല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അവൻ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാന വ മഅവാഹും
اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس، فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصرهم على أعدائهم وأعدائك أعداء الإسلام. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله